മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയിൽ ഉടലെടുത്ത വിവാദങ്ങൾക്ക് തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്കും ശക്തമായ ഭാഷയിൽ സമൂഹമാധ്യമത്തിലൂടെ മറുപടി നൽകി സംഘടനയുടെ പ്രസിഡന്റ് ശ്വേതാ മേനോൻ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ചർച്ചയാകാതിരിക്കാൻ യഥാർത്ഥ വിഷയങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ചിലർ ശ്രമിക്കുന്നത് എന്ന് ശ്വേത ആരോപിച്ചു. തനിക്കെതിരെ പ്രചരിക്കുന്ന പല ആരോപണങ്ങളും പൂർണ്ണമായും അടിസ്ഥാനരഹിതമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ ശ്വേത അതിനു പിന്നിലെ യുക്തിരാഹിത്യത്തെയും ചോദ്യം ചെയ്തു. കഴിഞ്ഞ 12 വർഷമായി രാജ്യം ഭരിക്കുന്ന ഒരു ദേശീയ പാർട്ടിക്ക് കേരളത്തിൽ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ തനിക്ക് കോടിക്കണക്കിന് രൂപ നൽകേണ്ടി വന്നു എന്ന വാദത്തിന്റെ യുക്തി ഇന്നും മനസ്സിലായിട്ടില്ലെന്ന് ശ്വേതാ മേനോൻ പറയുന്നു. താൻ ഏതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് മറച്ചുവെക്കേണ്ട ആവശ്യമില്ലെന്നും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ വിവിധ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള അംഗങ്ങളുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. സംഘടനയിലേക്ക് രാഷ്ട്രീയവും മതവും വർഗീയതയും വലിച്ചിഴച്ച് അമ്മയെ വിഭജിക്കരുതെന്ന് അപവാദ പ്രചരണം നടത്തുന്നവരോട് അവർ ആവശ്യപ്പെട്ടു. രമേശ് പിഷാരടി ഉൾപ്പെടെയുള്ളവർ അംഗീകരിക്കുന്ന അഴിമതി ആരോപണങ്ങളും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗുരുതര കണ്ടെത്തലുകളും ചർച്ച ചെയ്യാതെ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നതിനാണ് ചിലർ മുൻഗണന നൽകുന്നത്. താൻ പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നിടത്തോളം കാലം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങൾ നേരിടുന്നവർ അമ്മയുടെ തലപ്പത്തേക്ക് എത്തില്ലെന്ന് ശ്വേതാ മേനോൻ ഉറപ്പിച്ചു പറഞ്ഞു. അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ ഉയർത്തി തന്നെ നിശബ്ദയാക്കാമെന്ന് കരുതണ്ടെന്നും സംഘടനയുടെ സ്വകാര്യതയ്ക്കും നിലനിൽപ്പിനുമായി ഏതറ്റം വരെയും പോരാടുമെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് ശ്വേതാ മേനോൻ സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പ് അവസാനിക്കുന്നത്. ജനം, കൊച്ചി.